പൂജാക്രമത്തിലെ ഏറ്റവും ആദ്യത്തെ ക്രിയയാണ് ദേഹശുദ്ധി. ആദ്യമായി അഭിവാദ്യം ചെയ്യുക. ഈ 3 വിരലുകളാണ് അഭിവാദ്യം ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. തള്ളവിരല്, നടുവിരല്, മോതിരവിരല്, 2 കൈകളിൽ അതാത് ചെവിയിൽ പിടിക്കുക, ചെവിയുടെ ഏറ്റവും താഴെയായിട്ട്. അഭിവാദയെ, അവരവരുടെ പേര്, നാമ, അഹമസ്മി ഭോ. വലത് കൈ മുകളിലായിട്ട് കൈകള് നിലത്തേക്ക് തൊടുക. അടുത്തത് അട്ടകം പിടിക്കുക. കൈ ഇപ്രകാരം പിടിക്കുക. വലത്തെ തുടയിൽ ഇടത് കൈപ്പത്തി മലർത്തി വെക്കുക. വലത് കൈ കൊണ്ട് അടച്ചു പിടിക്കുക. ഇടത് കൈയുടെ തള്ളവിരലിനെ ചുറ്റി വേണം പിടിക്കാൻ. എല്ലാ വിരലും മടക്കുക. ഓം സുശർമാസി സുപ്രതിഷ്ഠാനോ ബൃഹദുക്ഷേ നമ യേഷതേയോനിർ വിശ്വേഭ്യസ്ത്വാ ദേവേഭ്യ. അട്ടകം പിടിക്കുക എന്നാണ് ഈ ചടങ്ങിന് പറയുന്ന പേര്. തൊഴുതു പിടിക്കുക. മൂലാധാരത്തിലേക്ക് തൊഴുതു പിടിച്ച് ഓം ശ്രീ ഗുരുഭ്യോ നമ. ശിരസിൽ തൊഴുതു പിടിച്ച് ഓം സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമ. ഹൃദയത്തിന്റെ ഇടതുവശത്തായിട്ട് ഓം ഗും ഗുരുഭ്യോ നമ. വലതുവശത്ത് ഓം ഗം ഗണപതയേ നമ. നേരെ മുമ്പിൽ ഓം പം പരമാത്മനെ നമ. അടുത്ത ക്രിയ കരശോധന എന്നാണ് പറയുക. വലത് കൈ മലർത്തി പിടിക്കുക. ഇടത് കൈകൊണ്ട് വലത് കൈയുടെ മുകളിൽ മുട്ടു മുതൽ താഴേക്ക് തലോടുക. അസ്ത്രമന്ത്രം കൊണ്ടാണ് ചെയ്യേണ്ടത്. ഓം ശ്ലീം പശുഹും ഭട്ട് എന്നാണ് ഗണപതിയുടെ അസ്ത്രമന്ത്രം. ഓം ശ്ലീം പശുഹും ഭട്ട്. ഇടത് കൈയുടെ മുകളിലും അതേപോലെ ചെയ്യാം. ഓം ശ്ലീം പശുഹും ഭട്ട്. വലത് കൈ മലർത്തി പിടിക്കുക. ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ താഴെ ഓം ശ്ലീം പശുഹും ഭട്ട്. തിരിച്ച് ഓം ശ്ലീം പശുഹും ഭട്ട്. കൈയുടെ വിരലുകളെല്ലാം ചേർത്ത് കൈ ചരിച്ച് പിടിക്കുക. ഇടത് കൈ കൊണ്ട് വലത് കൈയിലേക്ക് പിടിക്കുക. ഓം ഗന്നമ. തിരിച്ച് ഓം ഗന്നമ. താളത്രയം. താളത്രയം എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം. താളത്രയം 3 പ്രാവശ്യം കൈകൊട്ടുക. ഓം ശ്ലീം പശുഹും ഭട്ട്. ഓം ശ്ലീം പശുഹും ഭട്ട്. ഓം ശ്ലീം പശുഹും ഭട്ട്. രക്ഷിക്കുക. അഷ്ടദിക്കുകളിലേക്ക് രക്ഷിക്കുക. ദിഗ്ബന്ധനം എന്നാണ് ഇതിന് പറയാ. വലതുകൈയുടെ നടുവിരൽ മടക്കുക. തള്ളവിരലും ചുണ്ടുവിരലും തമ്മിൽ തൊട്ട് പിടിക്കുക. ഓം ശ്ലീം പശുഹും ഭട്ട്. 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 മുകളിലേക്കും താഴേക്കും ഓം ശ്ലീം പശുഹും ഭട്ട്. താഴേക്ക് ഓം ശ്ലീം പശുഹും ഭട്ട്. അഗ്നിപ്രാകാരം എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം വലയ രൂപത്തിൽ പ്രദക്ഷിണമായി ഓം ശ്ലീം പശുഹും ഭട്ട്. ഓം ശ്ലീം പശുഹും ഭട്ട്. ഓം ശ്ലീം പശുഹും ഭട്ട്. പ്രാണായാമം ചെയ്യുക. നിവർന്നിരിക്കുക. വലത് കൈയുടെ നടുവിരൽ മടക്കി തള്ളവിരൽ കൊണ്ട് വലതുമൂക്ക് അടയ്ക്കുക. ഇടതുമൂക്കിലൂടെ ദീർഘമായി ശ്വാസം അകത്തേക്ക് എടുക്കുക. മോതിര വിരൽ കൊണ്ട് ഇടതുമൂക്ക് അടയ്ക്കുക. ഇടത് കൈയിൽ എണ്ണം പിടിച്ചുകൊണ്ട് ജപിക്കുക. ഓം 12 പ്രാവശ്യം. വലത് മൂക്ക് തുറന്ന് സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുക. തൊഴുത് വിരാട് പുരുഷനെ ധ്യാനിക്കുക. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രീതി ഭഗവാനെ സങ്കല്പിക്കുക. വിരാട് സ്വരൂപത്തെ മനസ്സിൽ കാണുക. വീണ്ടും പ്രാണായാമം. നടുവിരൽ മടക്കുക. തള്ളവിരൽ കൊണ്ട് വലതുമൂക്ക് അടയ്ക്കുക. ഇടതുമൂക്കിലൂടെ ദീർഘമായി ശ്വാസം എടുക്കുക. മോതിര വിരൽ കൊണ്ട് ഇടതുമൂക്ക് അടയ്ക്കുക. ഓം ഗം നമ 25 പ്രാവശ്യം മനസ്സിൽ ജപിക്കുക. വ്യാപകം ചെയ്യുക. ശിരസിൽ തുടങ്ങി
രണ്ട് വശത്തേക്ക് മാറ്റി കൈകളുടെ മുട്ട് വരെ കൊണ്ടുവരിക. തോള് തൊട്ട് താഴേക്ക്. ഓം ഗം നമഃ. വീണ്ടും ചെയ്യാം ഇതേപോലെ തന്നെ ഒന്നുകൂടി. ഓം ഗം നമഃ. അംഗന്യാസം, ഷഡംഗന്യാസം എന്ന് പറയും. ഷഡ് എന്ന് വെച്ചാൽ 6. അംഗന്യാസം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ന്യാസത്തിനാണ് അംഗന്യാസം എന്ന് പറയുക. ആദ്യം ഹൃദയമുദ്രയാണ്. കൈ ഇങ്ങനെ പിടിക്കുക. നടുവിരലിനും മോതിരവിരലിനും ഇടയ്ക്ക് തള്ളവിരൽ ചേർത്ത് പിടിക്കുക. മുഷ്ടിയായിട്ട് പിടിക്കുക. നെഞ്ചിന്റെ മുമ്പിൽ പിടിക്കുക. ഓം ഗാം ഹൃദയായ നമഃ. ഹൃദയമന്ത്രം എന്നാണ് ഈ മന്ത്രത്തിന് പറയുന്ന പേര്. 3 വിരൽ മടക്കുക. 2 വിരൽ ചേർത്ത് പിടിക്കുക. ശിരസിന്റെ മുൻഭാഗത്ത് ഓം ഗീം ശിരസേ സ്വാഹ. തള്ളവിരൽ താഴേക്ക് 4 വിരൽ മടക്കുക. തലയുടെ പിൻഭാഗത്ത് ഓം ഗൂം ശിഖായൈ വഷ. തള്ളവിരലിന്റെ മുകളിൽ ചൂണ്ടുവിരൽ. നെഞ്ചു മറച്ചു പിടിക്കുക. ഇടത് കൈ അകത്ത്, വലത് കൈ പുറത്ത്. നെഞ്ചു മറച്ചു പിടിക്കുക. ഓം ഗൈം കവചായ ഹും. 3 വിരലുകൾ 3 നേത്രങ്ങളായിട്ട് പിടിക്കുക. 2 കണ്ണുകളും നെറ്റിക്കണ്ണും കൂടെ ചേർന്നതിനാണ് 3 കണ്ണുകൾ എന്ന് പറയുന്നത്. ത്രിനേത്രം എന്ന് പറയും. അപ്പം ഈ ചെറുവിരലും തള്ളവിരലും ചേർത്ത് പിടിക്കുക. ബാക്കി 3 വിരലുകൾ 3 കണ്ണുകളായിട്ട് പിടിക്കുക. ഓം ഗൗം നേത്രത്രയായ വൗഷ. വലത് കൈയുടെ മോതിരവിരൽ ഇടത് കൈകൊള്ളെ തൊടുക. ഇടത് കൈയുടെ മോതിരവിരൽ വലത് കൈകൊള്ളെ തൊടുക. 2 കൈകളും ഉള്ളിലേക്ക് കമഴ്ത്തുക. നടുവിരൽ മടക്കി തള്ളവിരലും ചുണ്ടുവിരലും തൊടുക. പുറത്തേക്ക് കാണിച്ച് മലർത്തി അകത്തി ഓം ഗ അസ്ത്രായ ഫട്ട്. ഛന്ദസ് കൊടുക. മൃഗമുദ്ര എന്നാണ് ഇതിന് പറയുക. തള്ളവിരല്, നടുവിരല്, മോതിരവിരല് 3 വിരല് കൊണ്ട് ശിരസിൽ തൊടുക. ഗണക ഋഷി. മൂക്കിന്റെ തൊട്ട് താഴെയായിട്ട് ഇതേ മുദ്രയോടുകൂടി. നീച്ചർ ഗായത്രി ഛന്ദ. ഹൃദയത്തിൽ ശ്രീ ബീജഗണപതിർ ദേവത. തൊഴുത് ധ്യാന ശ്ലോകം ചൊല്ലുക ഗണപതിയുടെ. ഓം വിഘ്നേശം സപരശ്വധാക്ഷ പടിക ഗന്ധോല്ലസല്ലഡുകൈ ദോർഭി പാശശ്രണി സ്വദന്ത വരദാഢ്യേർവ ചതുർഭിരിയുതം ചുണ്ടാഗ്രാഹിത ബീജപൂരമുരുപുക്ഷിം ത്രീക്ഷണം സംസ്മരേൽ സിന്ദൂരാഭമിഭാസ്യമിന്ദുശകലാദ്യാകൽപമബ്ജാസനം. മാനസപൂജ ചെയ്യാം. വലത് കൈയും ഇടത് കൈയും 2 കൈയുടെയും തള്ളവിരൽ കൊണ്ട് മോതിരവിരലിന്റെ ചുവട്ടിൽ തൊടുക. മന്ത്രം ചൊല്ലുമ്പോൾ സാവകാശം ഇപ്രകാരം നീക്കുക. മന്ത്രം കഴിയുമ്പം വിരലിന്റെ അറ്റത്ത് വരണം. ആദ്യം ജിഹ്വ. ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ്. അപ്പൊ വായുടെ മുമ്പിൽ കാണിച്ച് ഇപ്രകാരം മന്ത്രം ചൊല്ലിക്കൊണ്ട് സാവകാശം നീക്കണം. ഓം വം അപാത്മന ജലം കൽപ്പയാമി. അടുത്ത ചെറുവിരലിന്റെ ചോട്ടില് തള്ളവിരൽ കൊണ്ട് മൂക്കിന്റെ മുമ്പില് ഓം ലം പൃഥിവ്യാത്മന ഗന്ധം കൽപ്പയാമി. അടുത്തത് തള്ളവിരലിന്റെ ചോട്ടിൽ ചൂണ്ടുവിരൽ കൊണ്ട് ചെവി. ഓം ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി. ചൂണ്ടുവിരല് തള്ളവിരൽ കൊണ്ട് ചൂണ്ടുവിരലിന്റെ ചോട്ടിൽ നാഭിയിലേക്ക് പൊക്കിളിലേക്ക്. ഓം യം വായുവാത്മന ധൂപം കൽപ്പയാമി. നടുവിരലിന്റെ ചോട്ടിൽ കണ്ണുകളിലേക്ക്. ഓം രം അഗ്നിയാത്മന ദീപം കൽപ്പയാമി. മോതിരവിരലിന്റെ ചോട്ടില് ജിഹ്വ അതായത് നാവ് വായിലേക്ക്. ഓം ഫം അമൃതാത്മന നിവേദ്യം കൽപ്പയാമി. അടുത്തത് സുരഭി മുദ്ര എന്ന് പറയും. 2 കൈകളും തമ്മിൽ കോർക്കുക. ഇടത് കൈയുടെ ചെറുവിരൽ വേണം പുറത്തു വരാൻ. വലത് കൈയുടെ ചൂണ്ടുവിരലും ഇടത് കൈയുടെ നടുവിരലും തമ്മിൽ തൊടുക. ഇടത് കൈയുടെ ചൂണ്ടുവിരലും വലത് കൈയുടെ നടുവിരലും തമ്മിൽ തൊടുക. ഇടത് കൈയുടെ ചെറുവിരലും വലത് കൈയുടെ മോതിരവിരലും വലത് കൈയുടെ ചെറുവിരലും ഇടത് കൈയുടെ മോതിരവിരലും തമ്മിൽ തൊടുക. തള്ളവിരൽ തമ്മിൽ ചേർക്കുക.
ഇതിന് സുരഭി മുദ്ര എന്നാണ് പറയുക. മുഖത്തേക്ക് തിരിച്ചു പിടിക്കുക. ഓം ഠം അമൃതേ അമൃതാനനെ അമൃതോദ്ഭവേ അമൃതവർഷിണി അമൃതം ശ്രാവയ ശ്രാവയ. കൈവിട്ട് നിവർന്നിരുന്ന ഗണപതിയുടെ മന്ത്രം, ബീജഗണപതി മന്ത്രം 8 പ്രാവശ്യം ജപിക്കുക. നിവർന്നിരിക്കുക. ഓം ഗന്നമ 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 ഓം ഗന്നമ. ഛന്ദസ്സോടുക. ഗണക ഋഷി നീച്ചൽ ഗായത്രി ഛന്ദ ശ്രീ ബീജഗണപതി ദേവത. ഇത്രയും ചടങ്ങിലാണ് ദേഹശുദ്ധി എന്ന് പറയുക.